8 മാസം മുൻപ് നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴും ഈ നഗരത്തിന്റെ മുഴുവൻ അഴുക്കും പേറിയാണ് പേരണ്ടൂർ കനാൽ നിലനിൽക്കുന്നത്. ഹൈക്കോടതി പോലും ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. പക്ഷേ ഒരു കാര്യത്തിലും മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. തേവരയിൽ നിന്ന് പേരണ്ടൂർ വരെ നീണ്ടുകിടക്കുന്ന 12 കിലോമീറ്റർ നീളമുള്ള മാലിന്യപ്പുഴയാണ് ഇന്ന് ഈ കനാൽ. നാൾക്കുനാൾ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ച് പണം മുടക്കുന്നതല്ലാതെ കനാലിന് പഴയ രൂപം കൈവരുന്നതൊന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല. 8 മാസങ്ങൾക്ക് മുൻപ് ചെളി നീക്കിയും മാലിന്യങ്ങൾ മാറ്റിയും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചും നഗരസഭ മുന്നോട്ട് വന്ന കനാലിൽ ഇന്ന് കളവാഴിയും പ്ലാസ്റ്റിക്കും അഴുക്കുവെള്ളവും നിറഞ്ഞു. ഹൈക്കോടതി പോലും ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടും മലിനമാക്കുന്നവർക്ക് പിഴയും തടവുമുണ്ടാകുന്ന ബോർഡിനപ്പുറം കൊച്ചി കോർപ്പറേഷന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. 12 കിലോമീറ്ററിന് 4 റീച്ചുകളിലായാണ് നിർമ്മാണത്തിനുള്ള കോൺട്രാക്ട്. പേരണ്ടൂർ കനാൽ ഇത്രയധികം മലിനമാകുന്നത് വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നൊക്കെയുള്ള മലിനജലം പേരണ്ടൂർ കനാലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ ഓർജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ താഴെയുള്ള പുഴകളടക്കം ക്ലീൻ ചെയ്യാനുള്ള പദ്ധതികൾ കൊച്ചിൻ കോർപ്പറേഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പേരണ്ടൂർ കനാലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും. അതേപോലെ തന്നെ ഈ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകി പേരണ്ടൂർ കനാലിലേക്ക് അഴുക്ക് വെള്ളം പോകുന്ന പദ്ധതി ഒഴിവാക്കിക്കൊണ്ട് നേരെ MG റോഡ് അടക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഭാഗങ്ങളിലെ വെള്ളം നേരെ കായലിലേക്ക് ഒഴുക്കാനുള്ള പദ്ധതി കൂടി കൊച്ചിൻ കോർപ്പറേഷൻ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം ഒഴുകുന്നതും ജനവാസ മേഖലയിലെ പ്രശ്നങ്ങളും വഴിയാത്രക്കാരുടെ അശ്രദ്ധയുമെല്ലാം കനാലിനെ മലിനമാക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നാണ് കോർപ്പറേഷന്റെ വാദം. ഇതിനു പുറമെയാണ് കനാലിൽ കാലങ്ങളായി അടിഞ്ഞിരിക്കുന്ന ചെളി. മഴക്കാലത്തിന് മുൻപായി കനാലിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിൽ പ്രശ്നപരിഹാരം തീണ്ടാപ്പാടകലെയായിരിക്കും. ഒരു കാലത്ത് ഈ നഗരത്തിന്റെ ഹൃദയവാഹിനിയായിരുന്നു പേരണ്ടൂർ കനാൽ. ഇന്ന് മാലിന്യം പേറുന്ന ഒരു കനാലായി മാത്രം മാറുകയാണ്. പലകുറി പലരും പ്രഖ്യാപിച്ച പരിഹാരങ്ങൾ ഇന്ന് തീണ്ടാപ്പാടകലെയായി മാലിന്യം പേറുന്ന വെറുമൊരു കനാലായി മാറി. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ലാൽകൃഷ്ണൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.